എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 1201 ആണ്ട് തുലാമാസം 4-ാം തീയതി 21/10/2025. ഇന്ന് കറുത്ത വാവാണ്, ചൊവ്വാഴ്ചയാണ്. കറുത്ത വാവ് രാത്രി പ്രാധാന്യമുള്ള കാര്യങ്ങൾക്കാണ് ഒഴിവാക്കേണ്ടത്. പകൽ പ്രാധാന്യമുള്ള കാര്യങ്ങൾക്ക് കറുത്ത വാവ് സാധാരണ വർജിക്കാറില്ല. നമുക്ക് ഇന്നത്തെ വിഷയം പരിശോധിക്കാം. ഇന്ന് നിങ്ങൾക്കെല്ലാവർക്കും എങ്ങനെയുണ്ട് എന്നറിയാനായിട്ട് എല്ലാവരും ആകാംക്ഷയോടെ കൂടി ഇരിക്കുകയാണല്ലോ. നമുക്ക് നോക്കാം. മേടക്കൂറിൻ്റെ ഫലമാണ് നമ്മൾ ആദ്യമായിട്ട് പറയാൻ പോകുന്നത്. മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അശ്വതി, ഭരണി, കാർത്തിക, കാല്. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ വ്യത്യസ്തമായൊരു ദിവസമാണ്. സാമ്പത്തികമായി പ്രതീക്ഷിച്ചതിലധികം ലാഭം കിട്ടുന്ന ഒരു ദിവസമാണ്. എന്നാൽ മേലധികാരികളിൽ നിന്ന് ചില ഭീഷണികളോ അല്ലെങ്കിൽ താക്കീതുകളോ ഒക്കെ വന്ന് ഭവിക്കാനായിട്ട് സാധ്യതയുണ്ട്. ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകേണ്ടതാണ്. എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും ഒരേ ഫലമല്ല. എന്നാൽ ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഒരേ ഫലമാണ്. അടുത്തതായി നമുക്ക് ബിസിനസ്സുകാരുടെ ഇന്നത്തെ ഫലം നോക്കാം. ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് ഇന്ന് വളരെ മോശപ്പെട്ട ഒരു ദിവസമായിരിക്കും. പ്രതീക്ഷിച്ചതിൽ കൂടുതൽ നഷ്ടം സംഭവിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ഉച്ചയോടുകൂടി വ്യത്യാസം വരുന്നതാണ്. അപ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ മുമ്പോട്ട് നീക്കേണ്ടത് അത്യാവശ്യമാണ്. സ്വന്തമായി തൊഴിൽ ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ സ്വന്തമായി ചെറുകിട വ്യവസായങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് ഇന്നത്തെ ദിവസം വളരെ നല്ലതാണ്. സ്വന്തമായി തൊഴിൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ ബിസിനസ്സല്ല, സ്വന്തമായി കായികമായ ജോലികൾ ചെയ്യുക, കാർഷിക ജോലികൾ ചെയ്യുന്നവർക്കൊക്കെ ഇന്നത്തെ ദിവസം അനുകൂലമാണ്. കൃഷിക്ക് അനുകൂലമല്ലാത്ത ദിവസമാണ് ഇന്ന് വളരെ ശക്തമായ കാറ്റും മഴയുമൊക്കെ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമായതുകൊണ്ട് അത്തരത്തിൽ ഒരു നല്ല ദിവസമല്ല. എന്നാൽ ഗവൺമെൻറ്റിൻ്റെ ഗ്രാൻഡ് കിട്ടാനോ അല്ലെങ്കിൽ ബില്ല് പാസ്സാകാനോ ഒക്കെ കിടക്കുന്നതാണ്, നല്ല ദിവസമാണ് എന്ന് ഉദ്ദേശിക്കുന്നത്. യൂണിഫോം ഇട്ട ജോലി ചെയ്യുന്നവർക്ക് ഇന്നത്തെ ദിവസം അനുകൂലമായി കാണുന്നു. അതേപോലെ അഭിഭാഷകർക്ക്, നിയമവുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്കൊക്കെ ഇന്നത്തെ ദിവസം താരതമ്യേന നല്ലതാണ്. കേസ് വഴക്ക് ഒക്കെ ആയിട്ട് നടക്കുന്ന ആളുകൾക്ക് വളരെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാൻ സാധ്യതയുള്ളൊരു ദിവസമാണ്. പ്രതീക്ഷിച്ചതിൽ കൂടുതൽ വിപരീത ഫലങ്ങളാണ് കാണുന്നത്. അതുകൊണ്ട് പറ്റുമെങ്കിൽ ഇന്നത്തെ ദിവസം അതിനൊക്കെ മാറ്റിവെക്കുന്നത് നന്നായിരിക്കും. അടുത്തതായി നമുക്ക് ഇടവക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് കാർത്തിക, മുക്കാല, രോഹിണി, മകയിരത്തര. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമാണ് എങ്കിലും ഗുണാധിക്യമാണ് കാണുന്നത്. ബിസിനസ് ചെയ്യുന്നവർക്ക് തലേ ദിവസത്തേക്കാൾ കുറച്ചുകൂടി ലാഭം പ്രതീക്ഷിക്കാവുന്നതാണ്. ദൂരയാത്ര ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ ദീർഘയാത്ര ആഗ്രഹിക്കുന്നവർക്ക്, വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക്, വിദ്യാർത്ഥികളുടെ പഠനത്തിന് വേണ്ടി വിദേശത്ത് സീറ്റ് അന്വേഷിക്കുന്നവർക്കൊക്കെ ഇന്ന് ആശ്വാസകരമായൊരു മറുപടി ലഭിക്കുന്ന ദിവസമാണ്. ഉദ്യോഗാർത്ഥികൾക്കും ഉദ്യോഗസ്ഥർക്കുമൊക്കെ ഇന്ന് അനുകൂലമായൊരു ദിവസമാണ്. പരീക്ഷാ വിജയം, ഉന്നതമായ പഠനത്തിനുള്ള വഴി തുറക്കൽ, ഇതൊക്കെ ഇന്ന് സാധിക്കുന്നതാണ്. എന്നാൽ തീരെ അടുത്ത ബന്ധുക്കൾക്ക് ചില ബുദ്ധിമുട്ടുകൾ വന്ന് ചേരാൻ സാധ്യതയുണ്ട്. അതുമൂലം ആശുപത്രി ചിലവ്, അതേപോലെ മനക്ലേശങ്ങളൊക്കെ ഉണ്ടാകാനായിട്ട് സാധ്യത കാണുന്നു. സന്താനങ്ങളെക്കുറിച്ചുള്ള ആകാംക്ഷയ്ക്ക് ഒരു പരിഹാരം ഉണ്ടാകുന്ന ദിവസമാണ്. അവരുടെ ആരോഗ്യസ്ഥിതിയൊക്കെ ഇന്നത്തെ ദിവസം മെച്ചപ്പെടുന്ന ഒരു ദിവസമായിരിക്കും. അടുത്തതായി നമുക്ക് മിഥുനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകയിരത്തര, തിരുവാതിര, പുണർദം, മുക്കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം അത്ര സുഖകരമല്ല. ശാരീരികമായ ക്ലേശങ്ങൾ വർദ്ധിക്കുന്ന ദിവസമാണ്. ആരോഗ്യപരമായ ചില ബുദ്ധിമുട്ടുകൾ വരുന്നത് മൂലം വിദഗ്ധമായ ചികിത്സകളൊക്കെ തേടേണ്ടതായിട്ട് വരുന്ന ഒരു ദിവസമായിരിക്കും. എന്നാൽ വിവാഹാദി കാര്യങ്ങൾക്ക് ശ്രമിക്കുന്നവർക്ക്, അതിൽ മുൻപോട്ട് പോകുന്നവർക്കൊക്കെ വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. ഗ്രഹാന്തരീക്ഷം ശാന്തമായി കാണുന്നു. എന്നാൽ ചില ബന്ധുക്കളുമായി ചില വാക്കുതർക്കങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. അയൽ വീടുകളുമായി നല്ല ബന്ധം സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. അതിർതർക്കം അല്ലെങ്കിൽ വസ്തുതർക്കം ഒക്കെ വന്ന് സംഭവിക്കാനുള്ള സാധ്യത ഇന്നത്തെ ദിവസം കാണുന്നു. സന്താനങ്ങളെക്കുറിച്ചുള്ള സന്തോഷകരമായ വാർത്തകൾ കേൾക്കാനും അവരുടെ ഉന്നമനത്തിൽ സന്തോഷിക്കുവാനും
അതേപോലെ അനുകൂലമായ ഒരുപാട് കാര്യങ്ങൾ സന്താനങ്ങളെ കൊണ്ട് നേടാനുമൊക്കെ പറ്റിയൊരു ദിവസമാണ്. അടുത്തതായി നമുക്ക് കർക്കിടകക്കൂറുകാരുടെ ഫലം പരിശോധിക്കാവുന്നതാണ്. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പുണർദം, കാല്, പൂയം, ആയില്യം. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും. എന്നാൽ ഉച്ചയ്ക്ക് ശേഷം ചില ഭാഗ്യദോഷങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. ചില അഹിതമായ വാർത്തകൾ കേൾക്കാൻ സാധ്യതയുണ്ട്. സന്താനങ്ങളെക്കുറിച്ച് വളരെയധികം ആകാംക്ഷ ഉണ്ടാകുന്ന ഒരു ദിവസമാണ്. അവരുടെ കൂട്ടുകെട്ടിലും അവരുടെ നടപ്പിലുമൊക്കെ ചില പ്രശ്നങ്ങൾ വന്നു ചേരാനും അതിലിടപെട്ട് നിയമപരമായി മുന്നോട്ട് നീങ്ങാനുമൊക്കെ സാധ്യത വരുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. ശാസ്ത്രീയമായി ജോലി ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്ക് ഇന്ന് വളരെ അനുകൂലമായ ദിവസമാണ്. പുതിയ ഇൻവെൻഷൻസൊക്കെ നടത്താൻ പറ്റിയ നല്ല റിസൾട്ട് വരുന്ന ഒരു ദിവസമാണ്. IT മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഇന്നത്തെ ദിവസം അനുകൂലമായി കാണുന്നു. സ്വന്തമായി തൊഴിൽ ചെയ്യുന്നവർക്ക്, കായികമായ ജോലി ചെയ്യുന്നവർക്ക്, സ്പോർട്സ് വിഭാഗത്തിൽ ജോലി ചെയ്യുന്നവർക്കൊക്കെ ഇന്നത്തെ അനുകൂലമായൊരു ദിവസമാണ്. സ്പോർട്സിന് മത്സരിക്കുന്നവർക്ക് അത്ര അനുകൂലമായൊരു ദിവസമായിരിക്കുകയില്ല ഇന്ന്. രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും പൊതുപ്രവർത്തകർക്കുമൊക്കെ ഇന്ന് അനുകൂലമായൊരു ദിവസമായി കാണുന്നു. അടുത്തതായി നമുക്ക് ചിങ്ങക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകം, പൂരം, ഉത്രം, കാലും. ഈ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ ഗുണദോഷ സമ്മിശ്രമാണെങ്കിലും ഗുണാധിക്യമാണ് കാണുന്നത്. അതിൽ വളരെ സന്തോഷിക്കുക. ദീർഘനാളായിട്ട് ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കണ്ടെത്തുന്നതാണ്. പ്രത്യേകിച്ച് ബിസിനസ് മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് വളരെയധികം ആനുകൂല്യങ്ങളൊക്കെ കിട്ടുന്ന ദിവസമാണ്. അതുപോലെ അനുകൂലമായ സാഹചര്യം വന്നു ചേരുന്ന ദിവസമാണ്. കൊടുക്കൽ വാങ്ങലൊക്കെ കൃത്യതയായിട്ട് നടക്കുന്ന ദിവസമാണ്. തൊഴിലാളികളുമായി ഉണ്ടായിരുന്ന വാക്കുതർക്കങ്ങൾക്ക് പരിഹാരം കാണാനായിട്ട് സാധ്യതയുള്ള ഒരു ദിവസമായിരിക്കും ഇന്ന്. എന്നാൽ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക്, പൊതുപ്രവർത്തന മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഒക്കെ വളരെ വിഷമകരമായൊരു ദിവസമായിരിക്കും ഇന്ന്. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് അല്ലെങ്കിൽ യൂണിഫോം ഇട്ട് ജോലി ചെയ്യുന്നവർക്കൊക്കെ ഇന്ന് വളരെ ജോലി കൂടിയ, തിരക്കേറിയ ഒരു ദിവസമായിരിക്കും. പ്രതീക്ഷിച്ചിരുന്നതിൽ നിന്ന് വിപരീതമായി പല ആരോപണങ്ങൾക്കും വിധേയരാകേണ്ടതായി കാണുന്നു. വളരെ ശ്രദ്ധയോടുകൂടി ഈശ്വര പ്രാർത്ഥനയോടുകൂടി മുൻപോട്ട് പോവുക. ഈശ്വര പ്രാർത്ഥനയാണ് എല്ലാത്തിൻ്റെ അടിസ്ഥാനം. ഈശ്വരനിൽ അധിഷ്ഠിതമായി ഈശ്വര പ്രാർത്ഥനയിലൂടെ മുമ്പോട്ട് പോയാൽ ഏത് കാര്യത്തിലും വിജയം കൈവരിക്കാവുന്നതാണ്. അടുത്തതായി നമുക്ക് കന്നിക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രം, മുക്കാല്, അത്തം, ചിത്തിരയാര. ഈ കൂറിൽ വരുന്നവർക്ക്, ഈ നക്ഷത്രക്കാർക്ക് ഇന്ന് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണെങ്കിലും ദോഷാധിക്യമാണ് കാണുന്നത്. ധനനഷ്ടത്തിന് സാധ്യത കാണുന്നു. പലതരത്തിലുള്ള കബളിപ്പിക്കൽപ്പെടൽ അല്ലെങ്കിൽ ചൂഷണം ചെയ്യൽ ഒക്കെ ഇന്ന് സംഭവിച്ചേക്കാൻ സാധ്യതയുണ്ട്. വളരെ ശ്രദ്ധയോടുകൂടി പോവുക. അതേപോലെ വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ, സ്വകാര്യ വാഹനങ്ങളിലല്ല മറ്റ് വാഹനങ്ങളിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ പോക്കറ്റടി അങ്ങനെയുള്ള മോഷണത്തിനൊക്കെ സാധ്യതയുള്ള ദിവസമാണ്. വളരെ ശ്രദ്ധയോടും കരുതലോടും കൂടി മുൻപോട്ട് പോവുക. ജീവിതത്തിൽ വരുന്ന ഏത് പ്രശ്നവും നമുക്ക് അതിജീവിക്കാനായിട്ട് ഈശ്വരൻ കരുത്ത് തരട്ടെ. ഈശ്വര പ്രാർത്ഥനയാണ് എല്ലാത്തിലും പ്രാധാന്യമുള്ളത്. ഈശ്വര പ്രാർത്ഥനയോടുകൂടി മുൻപോട്ട് പോവുക. എല്ലാ മേഖലയിലും പ്രവർത്തിക്കുന്നവർക്ക് ഇന്ന് പറഞ്ഞ ഫലം തന്നെയാണ് കാണുന്നത്. കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വ്യത്യസ്തമായ ചില അനുഭവങ്ങളൊക്കെ വന്ന് ഭവിക്കാൻ സാധ്യതയുണ്ട്. അനുകൂലമായ കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. എന്നാൽ ചില ബന്ധുമിത്രാദികൾക്ക് അസുഖങ്ങൾ വരുന്നത് മൂലം ധന ചിലവോ അല്ലെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടോ ആശുപത്രിയിൽ സഹകരിക്കുന്നത് മൂലം ഉണ്ടാകുന്ന ക്ഷീണമോ ഒക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. പകർച്ചവ്യാധി എല്ലായിടത്തും പകർന്നു പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ വേണ്ട കരുതൽ എടുക്കേണ്ടത് അത്യാവശ്യമാണ്. ചില പകർച്ചവ്യാധികൾ വന്ന് സംഭവിക്കാനുള്ള സാധ്യതയുള്ളൊരു ദിവസമാണ് ഇന്ന്. ആരോഗ്യകാര്യത്തിൽ വളരെ ശ്രദ്ധയോടുകൂടി മുൻപോട്ട് പോവുക. അടുത്തതായി നമുക്ക് തുലാക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ചിത്തിരേര, ചോതി, വിശാഖം, മുക്കാല്. ഈ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമാണെങ്കിലും ഗുണാധിക്യമാണ് കാണുന്നത്. വിവാഹാദി കാര്യങ്ങൾക്ക് തീർപ്പ് കൽപ്പിക്കുന്ന ഒരു ദിവസമാണ്. കമിതാക്കൾക്ക് ഏറ്റവും അനുകൂലമായ ദിവസമാണ്. ദൂരദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്കും വിനോദയാത്രയ്ക്ക് പോകുവാൻ തീരുമാനിക്കുന്നവർക്കുമൊക്കെ തടസ്സങ്ങൾ നേരിടാൻ സാധ്യതയുണ്ട്. ശാരീരികമായ ചില ക്ലേശങ്ങൾ വന്ന് ഭവിക്കാൻ സാധ്യതയുണ്ട്. സ്പോർട്സ്
രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് തികച്ചും പ്രതികൂലമായൊരു ദിവസമായിരിക്കുമെന്ന്. അതേപോലെ ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക്, ഉദ്യോഗാർത്ഥികൾക്ക് ഒക്കെ വിപരീതമായൊരു ദിവസമായിരിക്കും ഇന്ന്. ബിസിനസ്സുകാർക്ക് ഇന്ന് ഏറ്റവും നല്ലൊരു ദിവസമായിരിക്കും. വളരെ ലാഭമെല്ലാം ലഭിക്കുന്ന ദിവസമാണ്. കാർഷിക മേഖലയിലും മത്സ്യബന്ധന മേഖലയിലും ഒക്കെ പ്രവർത്തിക്കുന്നവർക്ക് ഇന്ന് പ്രതികൂലമായൊരു ദിവസമായിരിക്കും. അടുത്തതായി നമുക്ക് വൃശ്ചികക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് വിശാഖം, കാല്, അനിഴം, തൃക്കേട്ട. ഈ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമാണെങ്കിലും ദോഷാധിക്യമാണ് കാണുന്നത്. വീഴ്ച, ഒടിവ്, ചതവ്, മുറിവ് ഒക്കെ സംഭവിക്കുവാനായിട്ട് സാധ്യതയുണ്ട്. എന്നാൽ ഉദ്യോഗം അന്വേഷിക്കുന്നവർക്ക്, ഇൻ്റർവ്യൂവിനൊക്കെ അറ്റൻഡ് ചെയ്യുന്നവർക്ക് തീർച്ചയായും ഇന്ന് ജോലി ലഭിക്കുന്ന ഒരു ദിവസമാണ്. അതുകൊണ്ട് വളരെ ആഹ്ലാദം നിറഞ്ഞ ഒരു ദിവസമായിരിക്കും. ആശ്വാസകരമായ ഒരുപാട് നല്ല കാര്യങ്ങളും വന്നു ചേരാനായിട്ട് സാധ്യതയുണ്ട്. സാമ്പത്തികമായ ഒരു ഭദ്രത വന്നു ചേരും എന്ന് ആശ്വസിക്കാൻ പറ്റുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. ശാരീരിക ക്ലേശങ്ങളും മാനസിക സംഘർഷങ്ങളും ഒഴിച്ചാൽ ഇന്നത്തെ ദിവസം അനുകൂലമായിരിക്കും. ജോലിക്കയറ്റത്തിനും ഉള്ള ഏതെങ്കിലും രീതിയിലുള്ള ഒരു അറിയിപ്പ് ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കും. അതേപോലെ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക്, തൊഴിൽ കൊടുക്കുന്നവർക്ക്, അതായത് പ്രൈവറ്റായിട്ട് ജോലി ആളുകൾക്ക് കൊടുക്കുന്ന കൗൺസിലിംഗ് നടത്തുന്ന ആളുകൾക്കൊക്കെ ഇന്നത്തെ ദിവസം അനുകൂലമായൊരു ദിവസമായി കാണുന്നു. ഗ്രഹം മോടി പിടിപ്പിക്കാനോ അല്ലെങ്കിൽ ഗ്രഹനിർമ്മാണത്തിനോ ഒക്കെ ഒരുങ്ങുന്നവർക്ക് അനുകൂലമായ ലോണുകൾ പാസ്സാകാനൊക്കെ സാധ്യതയുണ്ട്. എന്നാൽ ഇപ്പോൾ മഴക്കാലമാണല്ലോ, തുലാവർഷത്തിൻ്റെ കാലമായതുകൊണ്ട് കുറച്ച് നാൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. സാമ്പത്തികമായി ഒരു ഭദ്രത വന്നു ചേരുന്നതാണ്. അടുത്തതായി നമുക്ക് ധനുക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മൂലം, പൂരാടം, ഉത്രാടം, കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമാണ്, എന്നാൽ ഗുണാധിക്യമാണ് കാണുന്നത്. ആരോഗ്യ പ്രശ്നങ്ങൾ കടുത്താകാൻ സാധ്യതയുണ്ട്. എന്നാൽ ഉച്ചയ്ക്ക് ശേഷം അതിനുള്ള പരിഹാരം കണ്ടെത്താവുന്നതാണ്. പുതിയ ചികിത്സാ രീതികൾ ആരംഭിക്കുവാനും അല്ലെങ്കിൽ പുതിയ ചികിത്സാ രീതികളിലൂടെ മുമ്പോട്ട് പോകാനും ഒക്കെ പ്രേരിതരാകാൻ സാധ്യതയുണ്ട്. എന്നാൽ തുടർന്നുകൊണ്ടിരിക്കുന്ന ചികിത്സ മാറുന്നത് അത്ര ഉചിതമായിരിക്കുകയില്ല. കിടപ്പ് രോഗികൾക്ക് വ്യത്യസ്തമായ അനുഭവം ഉണ്ടാകുന്നതാണ്. ആശ്വാസകരമായ ചില അനുഭവങ്ങൾ വന്നു ചേരുന്നതാണ്. അതേപോലെ യൂണിഫോം ഇട്ട ജോലി ചെയ്യുന്നവർക്ക്, ആരോഗ്യമേഖലയിൽ ജോലി ചെയ്യുന്നവർക്കൊക്കെ ഇന്നത്തെ ദിവസം അനുകൂലമായൊരു ദിവസമായിരിക്കും. കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമായൊരു ദിവസമായിരിക്കും. അതേപോലെ കലാകാരന്മാർക്ക് ഇന്ന് ഏറ്റവും അനുകൂലമായൊരു ദിവസമായി കാണുന്നു. അടുത്തതായി നമുക്ക് മകരക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടത്തര. ഈ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമാണ്. ദോഷാധിക്യമാണ് കൂടുതലെങ്കിലും ഗുണം വളരെ അധികം അനുഭവിക്കാൻ സാധ്യതയുള്ള ദിവസമാണ്. ഉച്ചയ്ക്ക് ശേഷമാണ് നല്ല ഭാഗ്യം ഉണ്ടാകുന്നത്. ഉച്ചയ്ക്ക് മുൻപുള്ള ചില അനുഭവങ്ങൾ വളരെ മാനസിക സംഘർഷങ്ങൾ ഉണ്ടാക്കുന്നതാണ്. ശാരീരിക ക്ഷീണത്തിനും അതേപോലെ പുതിയ അസുഖങ്ങൾ തുടങ്ങി എന്നുള്ള ഞെട്ടിക്കുന്ന ചില അനുഭവങ്ങളുമൊക്കെ വന്നു ചേരാമെങ്കിലും ഉച്ചയ്ക്ക് ശേഷം അതിനെല്ലാം വളരെ ആശ്വാസകരമായ ഒരു റിപ്പോർട്ട് ലഭിക്കുന്നതാണ്. ആരോഗ്യമേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഇന്ന് അനുകൂലമായ ദിവസമായിരിക്കും. അതേപോലെ യൂണിഫോം ഇട്ട ജോലി ചെയ്യുന്നവർക്ക്, രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ ഇന്ന് പ്രതികൂലമായ ഒരു ദിവസമായിരിക്കും. കലാകാരന്മാർക്ക് അല്ലെങ്കിൽ കലയുമായി ബന്ധപ്പെട്ട് സാങ്കേതിക വിദ്യകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക്, ആരോഗ്യകരമായ കാര്യങ്ങൾ ചെയ്യുക, അതായത് യോഗ, മെഡിറ്റേഷൻ, ഫിസിയോതെറാപ്പി ഇതൊക്കെ ചെയ്യുന്നവർക്ക് ഇന്ന് ഏറ്റവും അനുകൂലമായൊരു ദിവസമായിരിക്കും. എന്നാൽ കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രാർത്ഥനയോടുകൂടി മുമ്പോട്ട് പോവുക. ചില വീഴ്ച, ഒടിവ്, ചതവ് ഒക്കെ ഈ കൂറിൽ വരുന്ന തിരുവോണ നക്ഷത്രക്കാർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അടുത്തതായി നമുക്ക് കുംഭക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അവിട്ടത്തര, ചതയം, പൂരുട്ടാതി, മുക്കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായ ഒരു ദിവസമായിരിക്കും. ഒരുപാട് നേട്ടങ്ങൾ കൈവരുന്ന ദിവസമാണ്. എന്നാൽ മേലുദ്യോഗസ്ഥരിൽ നിന്ന് താക്കീതുകളോ അല്ലെങ്കിൽ ചില വീഴ്ചകൾ കണ്ടെത്തി വിപരീതമായ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി ജോലി ചെയ്യുക. പ്രത്യേകിച്ച് കായിക രംഗത്ത് അല്ലെങ്കിൽ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ജോലി ചെയ്യുന്നവർക്ക്, IT ഫീൽഡിൽ ജോലി ചെയ്യുന്നവർക്കൊക്കെ ഇത് ബാധകമാണ്. യൂണിഫോം ഇട്ട ജോലി ചെയ്യുന്നവർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായി കാണുന്നു.
ശാരീരിക ക്ലേശങ്ങൾ അനുഭവിക്കുന്നവർക്ക് ആശ്വാസകരമായ ഒരു ദിവസമായിരിക്കും ഇന്ന്. എന്നാൽ ദൂരയാത്രയ്ക്ക് പ്ലാനിടുന്നവർക്ക്, വിദേശ ജോലി അന്വേഷിക്കുന്നവർക്കൊക്കെ വിപരീതമായ ഒരു മറുപടി ലഭിക്കുകയും നേരത്തെ കബളിപ്പിക്കപ്പെട്ടതായി നമ്മൾ മനസ്സിലാക്കുകയൊക്കെ ചെയ്യാൻ സാധ്യതയുണ്ട്. ഈശ്വര പ്രാർത്ഥനയോടുകൂടി മുൻപോട്ട് പോവുക. ഈശ്വര പ്രാർത്ഥനയാണ് ഏറ്റവും അനിവാര്യം. നമുക്ക് മീനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പൂരുരുട്ടാതികാല്, ഉത്രട്ടാതി, രേവതി. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും. വളരെ സന്തോഷമുള്ളൊരു ദിവസമായിരിക്കും. ദിവസങ്ങളായി സംഘർഷത്തിൽ ഉള്ള ചില കാര്യങ്ങൾക്ക് തീരുമാനമുണ്ടാകും. പങ്കാളിക്ക് ജോലി ലഭിക്കുക, അല്ലെങ്കിൽ പ്രൊമോഷൻ ലഭിക്കുക, അല്ലെങ്കിൽ സ്ഥിര ജോലി ലഭിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മുൻപോട്ട് നീങ്ങാനും, അതേപോലെ സ്വന്തമായി ഭവനം വാങ്ങാനോ അല്ലെങ്കിൽ സ്വന്തമായി ഭവനം നിർമ്മിക്കാനോ ഒക്കെ ഉള്ള നടപടികൾ ഇന്ന് തുടങ്ങുന്നതാണ്. ചില പ്രശ്നങ്ങൾ നമ്മൾ നേരിടേണ്ടതായി വരും. അതായത് നമുക്ക് ചില ഗ്രഹോപകരണങ്ങളൊക്കെ കേടുപാടുകൾ സംഭവിക്കാനൊക്കെ സാധ്യതയുണ്ട്. അടുത്തതായി നമുക്ക് രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ കാര്യം നോക്കുക. അവർക്ക് ചില പുതിയ പ്രതീക്ഷകൾ വന്നു ചേരുകയും ചില തർക്കങ്ങളുണ്ടായിരുന്ന വിഷയങ്ങളൊക്കെ ഒത്തുതീർപ്പിലെത്തുകയൊക്കെ ചെയ്യുന്ന ദിവസമാണ്. അതേപോലെ കുറച്ച് വളഞ്ഞ വഴിയിലൂടെയൊക്കെ സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും വളരെ അംബീഷ്യസ് ആയിട്ടുള്ള ആളുകൾക്കുമൊക്കെ ഇന്ന് നിയമപരമായ ചില പ്രതിസന്ധികൾ നേരിടേണ്ടതായി കാണുന്നു. എപ്പോഴും നേരെ വഴിയിൽ പോകുന്നതാണ് എപ്പോഴും ഉചിതം. ഈശ്വര പ്രാർത്ഥനയാണ് ഏറ്റവും ഉചിതമായ വിഷയം. അതേപോലെ ഇന്ന് ചൊവ്വാഴ്ചയാണ്. എല്ലാവരും ഇന്ന് ഈശ്വര പ്രാർത്ഥന മുഴുകുക. സുബ്രഹ്മണ്യ സ്വാമിയും അതേപോലെ ചാമുണ്ടേശ്വരിയുമൊക്കെയാണ് ഇന്ന് അനുഗ്രഹം തരുന്ന ദിവസം. അവരവരുടെ ആചാരങ്ങളനുസരിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ്. ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിക്കുന്നു. നമുക്ക് വീണ്ടും നാളെ കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം പറയുന്നു. എല്ലാവരെയും ഈശ്വരൻ കാത്ത് രക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.